So, hello dear genius community. മിഷൻ 99%ൻ്റെ അടുത്തിടെയാണ് നമ്മളുള്ളത്. അപ്പോൾ ഇന്ന് ഫിസിക്സിലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾമോസ്റ്റ് മിഷൻ 99% എൻഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ പ്രിപ്പറേഷൻസും അതേപോലെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് ഇനിയും കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാത്തവരുണ്ടെങ്കിൽ താഴെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ DPP സീരീസും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസും അതിൻ്റെ വീഡിയോ റെക്കോർഡഡ് സൊല്യൂഷൻസും എല്ലാം കംപ്ലീറ്റ്ലി അവൈലബിൾ ആണ്. എനിവേ ഇന്നത്തെ ചാപ്റ്ററിൽ ഫിസിക്സിലെ നിങ്ങൾക്കറിയാം ഫിസിക്സിൻ്റെ ഏറ്റവും ചെറിയ ചാപ്റ്ററാണ്. പ്ലസ് ടുവിൽ നമ്മൾ പഠിക്കുന്ന ഒരു സ്കോറിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ JEE മെയിൻക്കും അതേപോലെ തന്നെയാണ്. കാരണം ഈ ഒരു ചാപ്റ്ററിൽ കുറഞ്ഞ കണ്ടന്റുകളെ നമുക്ക് പഠിക്കാനുള്ളൂ. ബട്ട് ലാസ്റ്റ് 2 ഇയറുകളിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് മീൻസ് ചാപ്റ്ററിൻ്റെ സൈസ് നോക്കുന്ന സമയത്ത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നല്ല റീസണബിൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഒന്ന് തംസപ്പ് ഇട്ടേ. ഓക്കെ അല്ലേടാ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഓൺ ആക്കിക്കേ. ദെൻ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് നമ്മൾ ചെയ്യുന്നത് ഇതുവരെ ചെയ്തതുപോലെ തന്നെ എന്താണോ ഈ ഒരു ഭാഗത്തുള്ളതിൻ്റെ ചെറിയ സമ്മറി നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരും. ദെൻ അതിനുശേഷം പ്രോബ്ലംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നമ്മൾ ചെയ്ത സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിളായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് മീൻസ് നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഡയറക്റ്റായിട്ട് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് ആണ് വേവ്സ് എന്ന് വന്നിട്ടുള്ളത്. എനിവേ ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്ന സമയത്ത് 3 പാർട്ടുകളാണ് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്ന ഭാഗമാണ്. ആ ഭാഗത്തു നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ചെറിയ 2 ക്വസ്റ്റ്യൻസ് ഇതുവരെയുള്ള JEEയിൽ കൂടുതലായിട്ട് ചോദിച്ചിട്ടില്ല. രണ്ടാമതായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ഏരിയ എന്നാണ്. അതായത് നമ്മുടെ വേവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും അതിന്ന് ഇലക്ട്രിക് ഫീൽഡ് E0 കണ്ടെത്തുന്നത്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ടോട്ടൽ ഇൻറ്റൻസിറ്റി, എനർജി ഡെൻസിറ്റി, ഈ വക കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചാപ്റ്ററിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നീട് അതുപോലെ മൂന്നാമത്തത് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, അതായത് കുറേ റേഡിയേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് ഗാമാ റേ, എക്സ്റേ, വിസിബിൾ റേ. അപ്പോൾ അങ്ങനെ അതിൻ്റെ സ്പെക്ട്രത്തിൽ നിന്ന് ഓരോന്നിനും ഫ്രീക്വൻസിയുടെ റേഞ്ച് പിന്നെ അതേപോലെ തന്നെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ബേസിക്കായിട്ട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആ ഒരു ഭാഗത്തു നിന്ന് കിട്ടാനായിട്ട് പോകുന്നത്. ഇനി മുതൽ പഠിക്കാൻ തുടങ്ങിയാൽ JEE കിട്ടുമോ എന്ന് ചോദിച്ചാൽ JEE കിട്ടും. നിങ്ങൾ ആഞ്ഞ് പഠിക്കുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ 99%ൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ കിട്ടും, ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച്. അപ്പോൾ ആദ്യം പെരിഫറലി പോയിട്ട് പിന്നീട് ഡീപ്പായിട്ട് ഇറങ്ങുക. ഡീപ്പായിട്ട് ഇറങ്ങാനാണ് നിങ്ങൾ DPP സൊല്യൂഷൻസും മറ്റതും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടത്. എനിവേ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്തുനിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ജസ്റ്റ് ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. ε0 d∅dt എന്നുള്ള ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് നമ്മൾ എടുത്തിരുന്നു. സോ ഇത് വെച്ചിട്ട് φ ഫ്ലെക്സ് ആണ്, E.A ആണ് എൻ്റെ φ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേർ ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കിട്ടുന്ന ഇക്വേഷനാണ്. ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ള രൂപത്തിലാണ്. അപ്പോൾ മിക്കവാറും ഫൈക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരിക. E.A എന്ന് വരും, അല്ലെങ്കിൽ EA എന്ന് വരും. ഈ EAയിൽ ഇയും എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് പല ക്വസ്റ്റ്യൻസും അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടൊക്കെ റീഅറേഞ്ച് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുള്ള വന്നിട്ടുള്ള ഏരിയസ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഇത് റെഡിയാക്കിയിരിക്കുക. ഇനി അടുത്തത് ഞാൻ പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പാർട്ടാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ നമുക്ക് ഓർത്തിരിക്കാനുള്ളത് ബേസിക്കലി അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആദ്യം ഓർത്തിരിക്കുക. കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, അതേപോലെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക എന്നുള്ളത് ഒരു കീ പോയിന്റാണ്. രണ്ടാമതായിട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്ന ഡയറക്ഷൻ, അതായത് മുന്നോട്ട് പോകുന്ന ഡയറക്ഷൻ ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് രണ്ടും ഇങ്ങനെ ഇങ്ങോട്ടാണ്, അതായത് Z ആക്സിസിലേക്കാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. എൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് X ആക്സിസിൻ്റെ ആണ്. വിച്ച് മീൻസ് E = E0 sin kz ω t in
ഐ ക്യാപ്പ് ഡയറക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇവിടെ കെ സെറ്റ് എന്തുകൊണ്ടാ? കെ സെറ്റ് എന്ന് പറയുന്നത് ഇത് എക്സ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാ. ഇനി ഇതല്ല, ഗ്രാഫിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സ് തന്നാൽ എന്ത് ചെയ്യണം? കെ എക്സ് എന്ന് എഴുതണം. വൈ ആണെന്നുണ്ടെങ്കിലോ കെ വൈ എന്ന് എഴുതണം. ക്ലിയർ അല്ലേ? അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓർത്തിരിക്കുക. അതേപോലെ തന്നെയായിരിക്കും എൻ്റെ മാഗ്നറ്റിക് ഫീൽഡും. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? വൈ ആക്സിസിലാണ്. സോ അതുകൊണ്ട് ബി വൈ ഈക്വൽ ടു B0 സൈൻ കെ സെറ്റ് മൈനസ് ഒമേഗ ടി. ഇപ്പോൾ കൺഫ്യൂഷൻ വരരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടിലും കെ സെറ്റ് ആണ്. കാരണം എന്താ? ദിസ് ഈസ് ബോത്ത് ആർ പ്രൊപ്പഗേറ്റിംഗ് ഇൻ സെഡ് ഡയറക്ഷൻ. രണ്ടും സെഡ് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കെ സെറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് വളരെ ബേസിക് ആയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇനി ഇതിലെ ടേമുകളും മറ്റു കാര്യങ്ങളും ജസ്റ്റ് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കെ വേവ് നമ്പർ ചിലപ്പോൾ ഓസിലേഷൻ വേവ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും 2π/λ. അതേ കെ തന്നെയാണ് ഇവിടെയുള്ളത്. അത് ഓർത്തിരിക്കുക. രണ്ടാമതായിട്ട് അതേ കേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ω/c എന്ന് എഴുതാനായിട്ട് പറ്റും. ω = c × k. c എന്ന് പറഞ്ഞാൽ എൻ്റെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, വിച്ച് മീൻസ് 1/√μ0ε0. ഇത് ഓർത്തിരിക്കുക. ഈ ഒരു സാധനം നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ദെൻ ഇതും കൂടെ ഓർത്തിരിക്കുക. ബിയും ഇയും തമ്മിലുള്ള റിലേഷൻ B = E0/c. അല്ലാന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഓർത്തിരിക്കുക. E0 ഭയങ്കര ബിസിയാണ്. E0 = B0 × c. BC. അപ്പോൾ അത് മാറിപ്പോവാതിരിക്കാനാണ്. കാരണം എക്സാം ഹോളിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ B0 E0/c ആണോ, E0 B0/c ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അപ്പോൾ ഈസി ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് വെലോസിറ്റി ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1/√με. അതായത് ഏതാ മീഡിയത്തിൻ്റെതാണോ അത്. ഇവിടെ ഫ്രീ ആയതുകൊണ്ട് μ0ε0. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി നമ്മൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് പോകുന്നത്. അതിന് മുന്നേ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്തുണ്ടാകും? അതിനൊരു എനർജി ഉണ്ടാകും, ഇല്ലേ? അപ്പോൾ എനർജി ഉണ്ടാകുന്ന സമയത്ത് എനർജി ഡെൻസിറ്റി ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് ഈക്വൽ ടു ½ ε0 E², വേർ E² എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. സോ ½ ε0 E². അതേപോലെ എനർജി ഡെൻസിറ്റി ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് എത്ര? ½ ε0 B²/μ0. അതെങ്ങനെ കിട്ടി? വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള C = അതായത് എൻ്റെ E0 = B0 × C എന്നുള്ള റെപ്രസെൻറ്റേഷൻ കൊടുത്താൽ മതി. C എന്താണ്? C = 1/√μ0ε0. അത് രണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും റെപ്രസെൻറ്റേഷൻ കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ടോട്ടൽ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു ഈ ഹാഫ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു ε0 E² or B²/μ0. ഇത് രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ ഇത്ര മാത്രമേ ശരിക്കും നമുക്ക് എന്തുള്ളൂ ഇതിലെ ഒരു ഭാഗത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളൂ. ഇനി ആ വേവ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന റേഡിയേഷൻ പ്രഷറിൻ്റെ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ രണ്ടെണ്ണം ഡയറക്റ്റ് ആയിട്ട് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് പിന്നെയും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാനായിട്ട് പറ്റും. ബേസിക്കലി പ്രഷർ അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒരു സർഫസിൽ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് വെച്ചാൽ രണ്ടെണ്ണം പെർഫെക്റ്റ്ലി അബ്സോർബിങ് സർഫസും പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് സർഫസും. പെർഫെക്റ്റ്ലി അബ്സോർബിങ് ആണെങ്കിൽ I/c ആയിരിക്കും. I എന്ന് പറയുന്നത് എൻ്റെ ഇൻറ്റൻസിറ്റി ആണ്. ഇനി റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെങ്കിൽ 2I/c ആയിരിക്കും. അതെന്തുകൊണ്ടാ? മൊമെന്റം കൺസർവേഷൻ പ്രകാരം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് നോക്കുക. അതായത് നേരെ പോയി ഹിറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ പല മൊമെന്റം കൺസർവേഷനും പഠിച്ചിട്ടുണ്ടാകും. 2mv. അതേപോലെ ആ 2 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ബേസിക്കലി 2 × I/c. അപ്പോൾ ഈ രണ്ടെണ്ണം ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ പ്രോബ്ലംസും ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻസ് നിങ്ങൾ വ്യക്തമായിട്ട് അതിൻ്റെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കാരണം വിത്ത് എക്സാമ്പിൾ ആണ് കഴിഞ്ഞ പ്രീവിയസ് ഇയറുകളിൽ ചോദിച്ച ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. എനിവേ, ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. Sunlight fall normally on a surface of area 36 cm² and exert an average force ആണ് തന്നത് 7.2 × 10⁻⁻9 Newton with a time period of 20 minutes. Consider the case of the complete absorption. The energy flux of the incident light is. Consider the case of the complete absorption. അപ്പം തന്നെ എനിക്ക് കിട്ടി എന്ത്? എൻ്റെ P എന്ന് പറയുന്നത് P will be equal to എന്തായിരിക്കും?
എൻ്റെ പ്രഷർ ഇസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ സി ആയിരിക്കും അല്ലേ. ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി ഈസ് ദ എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ആണല്ലോ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു പ്രഷർ ആണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇസ് ഈക്വൽ ടു എന്താ? എഫ് ബൈ എ ആണ്. ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ എന്നാ. ഇവിടെ തന്നിട്ടുള്ളത് എന്താ? ആക്ച്വലി ദ ഫോഴ്സ് എക്സേർട്ടിങ് ആവറേജ് ഫോഴ്സാണ് തന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും? മൈ ഐ ഡിവൈഡഡ് ബൈ സി ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എ എന്ന് കാണാനായിട്ട് പറ്റും. ബേസിക്കലി നമുക്ക് കാണേണ്ടത് എന്താണ്? ഇവിടെ ഇൻറ്റൻസിറ്റി ആണ് കാണേണ്ടത്. കാരണം ഇൻറ്റൻസിറ്റി ആണ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. എനർജി ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി ഡിവൈഡ് ബൈ പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. അതാണ് ഇവിടെ വെബർ പെർ സെന്റിമീറ്റർ സ്ക്വയറിന്റെ യൂണിറ്റിലാണ് എല്ലാം തന്നിട്ടുള്ളത്. സോ നമുക്ക് ഇൻറ്റൻസിറ്റി കണ്ടാൽ മതി. സോ മൈ ഇൻറ്റൻസിറ്റി ഇസ് ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു സി എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എത്രയാണ്? എഫ് ഓൾറെഡി എനിക്കറിയാം 7.2 ഇൻറ്റു 10 to the power minus 7.2 ഇൻറ്റു 10 to the power minus 9 ആണ്. ഇൻറ്റു സി എത്രയാണ്? സി ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 10 to the power 8 ആണ്. ഡിവൈഡഡ് ബൈ എ. ഏരിയ എത്രയാണ്? ഏരിയ ഓൾറെഡി തന്നിട്ടുണ്ട് 36 സെൻറ്റിമീറ്റർ എന്നാ നോർമല്, വിച്ച് മീൻസ് 36 സെൻറ്റിമീറ്റർ ആണ്. ഇൻറ്റു 10 to the power ഇവിടെ എത്ര ഉണ്ടാകും ബാക്കി? ഇൻറ്റു 10 to the power നമുക്ക് തന്നിട്ടുള്ളത് സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ്, വിച്ച് മീൻ 10 to the power -2. പിന്നെ ഒരു -2 കൂടെ കൂടിയാൽ എത്ര ഉണ്ടാകും? 10 to the power -8 ഉണ്ടാകും. ഞാൻ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് -9 ഇൻറ്റു 10 ഇടുകയാണ്. വേറെ ഒന്നിനുമല്ല. എനിക്ക് ഇത് ക്യാൻസൽ ചെയ്ത് പോകാനായിട്ട് പറ്റും. ബാക്കി 36 പോവുക. 36 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടുക? 3 പോയി കഴിഞ്ഞാൽ 1ഉം 2ഉം 12 കിട്ടും. ദെൻ 72 പോയാൽ 6 കിട്ടും, വിച്ച് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു 0.06 എന്ന് കിട്ടും. റൈറ്റ്, ഇത്രയല്ലേ കിട്ടുക നിയർലി ആയിട്ട്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, വിച്ച് മീൻസ് നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏരിയാസ് ആണ് ഇതൊക്കെ. സോ ഈസി ആയിട്ട് ഈ ഒരു പ്രഷർ ഇസ് ഈക്വൽ ടു ഐ ബൈ സി എന്ന് പറയുന്ന ഇക്വേഷനാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എനിവേ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിയർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ കൺസെപ്റ്റ് പക്ക ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ഹിയർ ഇറ്റ് ഈസ്: ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി വേരിയസ് പ്രോപ്പർട്ടീസ് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. JEE 2022 ചോദിച്ചൊരു ചോദ്യമാണ്. ഇൻ എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, and the direction of the propagation of wave should be along the electric field line. അല്ല, കാരണം അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാ, അതിന് എലോങ് അല്ല. നമ്മൾ കണ്ടു എക്സിലും വൈയിലും ഇപ്പോൾ സെഡിലാണ് മൂവ് ചെയ്തിട്ടുള്ളത്. സോ വിച്ച് മീൻസ് അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യണം. അപ്പോൾ എ പരിഗണിക്കാൻ പറ്റൂല. അടുത്ത് നോക്കുക, എനർജി ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഡിവൈഡ് ഈക്വലി ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ കണ്ടു എനർജി ഡെൻസിറ്റി രണ്ടിനും സെയിം ആണ്, നമ്മൾ കണ്ടു. ദെൻ ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പാരലൽ ടു ഈച്ച് അതർ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ കളയാനായിട്ട് പറ്റും. പാരലൽ അല്ല, പെർപെൻഡിക്കുലർ ആണ്. Then the next one, ratio of the amplitude of the magnetic field to electric field is equal to speed of light. Yes, കാരണം നമ്മൾ പഠിച്ചു E is equal to BC ആണ്, which means E by B equal to C ആണ്. അതല്ലേ ചോദിച്ചത്? amplitude of the magnetic field to the amplitude of the electric field is equal to the speed of light. Choose the most appropriate answers. അപ്പോൾ നമുക്കറിയാം എൻ്റെ E is equal to തന്നിട്ടുള്ളത് എന്താണ്? My E is equal to B0 ഇൻറ്റു സി എന്നായിരുന്നു പറഞ്ഞത്. ഇവിടെ പറഞ്ഞ റേഷ്യോ എന്താ? റേഷ്യോ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ടു ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ബി ആണ്. ബി ഡിവൈഡ് ബൈ ഇ എന്തായിരിക്കും? ബി ഡിവൈഡ് ബൈ ഇ വിൽ ബി ഈക്വൽ ടു 1/c. അപ്പോൾ ഓപ്ഷൻ ഡിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അവിടെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നില്ല. സോ നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇവിടെ റേഷ്യോ ചെറുതായിട്ട് തിരിച്ച് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ ചൂസ് ചെയ്യാം. സോ അതുകൊണ്ട് ഓപ്ഷൻ ബി മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എനിവേ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത് നോക്കാം. ഈസി ചെയ്യാനായിട്ട് പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഗിവൺ ബൈ
B is equal to 2 into 10 to the power minus 8 sin 0.5 10 to the power 3x plus 1.5 into 10 to the power 11t amplitude of the electric field. Easy question. കാരണം എന്താ B0 sin omega t plus kx എന്നാണ് representation. അപ്പോൾ B0 എനിക്ക് ഇവിടെ തന്നെ കിട്ടി. B0 എത്രയാണ്? 2 into 10 to the power 8. We have to find the electric field. Electric field കാണേണ്ടത് എന്ന് വെച്ചാൽ എൻ്റെ E ആണ് കാണേണ്ടത്. E is equal to BC ആണ്, B0 C ആണ്, which is equal to B0 എത്ര? 2 into 10 to the power minus 8 ആണ്, into 3 into 10 to the power 8. എന്ത് ചോദ്യമാണ് അതൊക്കെ ജെയ്ക്ക് വന്നിട്ടുള്ളത്? 6 വോൾട്ട് എന്ന് വെച്ചാൽ 6 along the axis ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കാം, 6 along x axis ഉണ്ട്, 6 വോൾട്ട് along the z axis ഉണ്ട്. ഇതിൽ ഏതായിരിക്കും ചൂസ് ചെയ്യേണ്ടത്? എൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഏതിലാ നോക്കാം. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇവിടെ ബി ഏത് ഡയറക്ഷനിലാ? ജെ ക്യാപ്പിലാ. ജെ ക്യാപ്പിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കണം? അതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡയറക്ഷനിലായിരിക്കണം, റൈറ്റ്? അത് ഏതൊക്കെയായിരിക്കും? ജെക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എനിക്ക് പിന്നെ ഏതൊക്കെയുണ്ട്? സെഡും ഉണ്ട്, അതേപോലെ തന്നെ എക്സും ഉണ്ട്. ഇനി എങ്ങനെ എനിക്ക് കാണാനായിട്ട് പറ്റും? എൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എൻ ക്യാപ്പ് ഷുഡ് ബി ഈക്വൽ ടു ഇ ക്രോസ് ബി ആയിരിക്കും. ഇ ക്രോസ് ബി ആയിരിക്കും, റൈറ്റ്? ഇ ക്രോസ് ബി ഇൻറ്റു മോഡ് ഇ ബി. ഈ ഡയറക്ഷനിലായിരിക്കും നമ്മളെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ് ഐ ക്രോസ് ജെ ചെയ്താൽ എനിക്ക് കെ കിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഈസി ആണല്ലോ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. എനിവേ, അടുത്ത അടിപൊളി ക്വസ്റ്റ്യൻ. ഹിയർ ഇസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Intensity of the light from a bulb incident on the surface is intensity തന്നിട്ടുണ്ട് 0.22 Weber per meter. Amplitude of the magnetic field in the light wave is easy. Magnetic field ആണ് ചോദിച്ചത്. ഇന്റൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കാണാനായിട്ട് പറ്റും? ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് തൊട്ട് മുന്നേ, ഇല്ലായിരുന്നോ? ഇൻറ്റൻസിറ്റി ഇസ് ഈക്വൽ ടു എനർജിയുടെ ടേമിൽ പി ഇസ് ഈക്വൽ ടു എനർജിയുടെ ടേമിൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈ ഐ ഇസ് ഈക്വൽ ടു ഇൻറ്റൻസിറ്റി ഇസ് ഈക്വൽ ടു B0C ഡിവൈഡഡ് ബൈ 2 μ0 എന്ന് കിട്ടൂലേ? നൗ ദിസ് ഇംപ്ലൈസ് ദാറ്റ് മൈ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 epsilon 0 I divided by C എന്ന് കിട്ടും. which means my B is equal to എത്ര വരിക? B equal to root of 2 into epsilon 0. epsilon 0 എങ്ങനെയൊക്കെ എഴുതാനായിട്ട് പറ്റും? ഇവിടെ തന്നിട്ടുള്ളത് epsilon 0 mu 0 ഇവിടെ epsilon 0യുടെ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് അതിനെ വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? mu 0 ഡിവൈഡ് ബൈ 4πയുടെ വാല്യൂ എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 4π into 10 to the power minus 7 into 0.22 divided by 3 into 10 to the power 8 എന്ന് കിട്ടൂലേ? 3 into 10 to the power 8 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു എത്ര വരിക? നിയർലി കാരണം ഇവിടെ ഓക്കെ ഓപ്ഷൻസ് ഇല്ല, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് സോ ഇൻറ്റു 10 to the power minus 9 എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് എഴുതണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ റൂട്ട് കാണാൻ പോവുകയാണ്. ഓഫ് കോഴ്സ് ദിസ് വിൽ ബി ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ നോക്കുക, ഇവിടെ 3.14 ഉണ്ട്. ഇതും വേണമെന്നുണ്ടെങ്കിൽ നിയർലി ആയിട്ട് ക്യാൻസൽ ചെയ്യാം. 2 into 4 ദാറ്റ്സ് ഈക്വൽ ടു 8 ആണ്. 8 into 2 16 വരും. 16ൻ്റെ റൂട്ട് അപ്പോൾ നിയർലി 4 point something ആണ് വരിക. അപ്പോൾ ഇവിടെ ഇത് നേരെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് 4.29 ഇൻറ്റു ബാക്കി എത്ര വരെ? ഇവിടെ 10 to the power minus 8 ആകും മുകളിൽ പോകുമ്പം. അപ്പോൾ -15 ആയി. -16 എടുത്തു കഴിഞ്ഞാൽ എത്രേൻ്റെ റൂട്ടായിട്ടുണ്ട്? 4ൻ്റെ റൂട്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ബാക്കി നോർമലൈസ് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 10 to the power minus 8 ഈക്വൽ ടു 43 into 10 to the power minus 9 എന്ന് കിട്ടും. വിച്ച് മീൻസ് എൻ്റെ ഗിവൺ ആൻസർ ഷുഡ് ബി ഈക്വൽ ടു 43. ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ എനിക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. ഇൻറ്റൻസിറ്റിയാണ്. ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ ഞാൻ നേരത്തെ എഴുതി ഓൾറെഡി പറഞ്ഞിരുന്നു. ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. അപ്പോൾ അത് വെച്ചിട്ട് എനർജി എന്താ? ആവറേജ് എനർജി നമ്മൾ കണ്ടല്ലോ, വിച്ച് മീൻസ് B² mu0 E² എന്ന് കണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിനെ ബിയുടെ ടേമിലേക്കാക്കി ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. അതിന് ബി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈസിയാണ്.
എനിവേ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ. എ റഡാർ സെൻസ് ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് E0 is equal to 2.25 and the magnetic field B0 is equal to 1.8 into 10 to the power minus 8, which strikes a target on the line sight at a distance 3 km in the media. After that, a pale signal echo reflected back towards the radar with the same velocity and by the same path. If the signal was transmitted at the time t0 from the radar, then after how much time echo will reach the radar? ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ കൺസെപ്റ്റ് കത്തൂല. പക്ഷെ നിങ്ങൾ ഒറ്റ കാര്യം നോക്കുക, നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? ടൈമാണ് കാണേണ്ടത്. ബേസിക്കലി ടൈം എന്ന് വെച്ചാൽ എന്താണ്? ടൈം എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ദാറ്റ്സ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി. ഡിസ്റ്റൻസ് എത്ര ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, 3 കിലോമീറ്റർ ആണ്. 3 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ എന്തായിരിക്കും? 3 കിലോമീറ്റർ അങ്ങോട്ട് എക്കോ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും കൂടെ വരണ്ടേ. സോ ടോട്ടൽ 6 ആയിരിക്കും. ഇനി വെലോസിറ്റി കാരണം, വെലോസിറ്റി കാണാനുള്ള എക്സ്പ്രഷൻ എന്താ? E0യും B0യും തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വെലോസിറ്റി ഇസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ B0 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു E0 എത്ര തന്നത്? 2.25 ആണ്, മറ്റത് 1.5 ആണ്. സോ 2.25 ഡിവൈഡ് ബൈ 1.5 ഇൻറ്റു 10 to the power 8 എന്ന് കിട്ടും. 2.25 എന്ന് പറഞ്ഞാൽ ദിസ് വിൽ ബി നിയർലി ഈക്വൽ ടു എത്രയുടെ വരിക? 2.25 ഡിവൈഡഡ് ബൈ 1.5 ഇൻറ്റു 10 to the power 8 എന്ന് കിട്ടും. വിച്ച് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു 1.5 ആണ് കിട്ടുക. 1.5 ഇൻറ്റു 10 to the power 8 എന്ന് കിട്ടും. സോ ഇതാണ് എൻ്റെ വെലോസിറ്റി. ഇനി വെലോസിറ്റി കിട്ടി, ഇനി എന്ത് ചെയ്താൽ മതി? എനിക്ക് ടൈം കാണണം. ടൈം ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. എത്രയാണ്? 3 കിലോമീറ്റർ ആണ്. വിച്ച് മീൻസ് 3 ഇൻറ്റു 3 കിലോമീറ്റർ വരും. വിച്ച് മീൻസ് ടോട്ടൽ എത്ര വരും? 3 കിലോമീറ്റർ ആണ്. വിച്ച് മീൻസ് 6 ഇൻറ്റു 10 to the power 6 കിലോമീറ്റർ ആണ് വരിക. സോ 6 ഡിവൈഡഡ് ബൈ വെലോസിറ്റി എത്ര? 1.5 ഇൻറ്റു 10 to the power 8 ആ. ദിസ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡ് ബൈ 2 എന്ന് വരും. സോ അങ്ങനെയാണ് നിങ്ങൾ 2 ഇൻറ്റു 2 എത്ര വരും? 4 വരും. സോ 4 ഇൻറ്റു ഇവിടെ കിലോമീറ്റർ 10 to the power 3 ഉണ്ടാകും. 3 ഡിവൈഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ 5 ഉണ്ടാകും. സോ 4 ഇൻറ്റു 10 to the power മൈനസ് എത്ര ഉണ്ടാകും? ബാക്കി ഓപ്ഷൻസിൽ ഉള്ളത് നേരെ നോക്കിയാൽ മതി. 4ൻ്റെ ഓപ്ഷൻസ് 4 ഇൻറ്റു 10 to the power -5 റൈറ്റ്. ഇത്രയും സെക്കൻഡ്സ് ആയിരിക്കും. ഈസി ആയിട്ട് കിട്ടിയല്ലോ. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അതായത് വളരെ സിമ്പിൾ. എനിക്ക് വെലോസിറ്റി കണ്ടു, നമ്മുടെ ഫസ്റ്റ് ബേസിക് ഇക്വേഷൻ തന്നെ. അതായത് എൻ്റെ E0 ഇസ് ഈക്വൽ ടു B0 ഇൻറ്റു C എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തത് നോക്കാം. ഇവിടെയും ചോദിച്ചത് അതേ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ദ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഓഫ് 4.425 മൈക്രോ ആംപിയർ ഈസ് ഡെവലപ്ഡ് ഇൻ എ സ്പേസ് ബിറ്റ്വീൻ ദ parallel plate capacitor when the voltage is changing at the rate 10 to the power 6. The area of the each plate of the parallel capacitor is 40 centimeter and the distance between each plate of the capacitor is x into 10 to the power -3. Value of the x is. അപ്പോൾ ഇത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം ലെവലുള്ള ഒരു ടൈപ്പ് ചോദ്യമാണ്. ന്യൂമറിക്കലായിട്ട് JEE പ്രീവിയസ് ഇയറിൽ വന്നതാണ്. എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഈസിയാണ്. അപ്പോൾ ഇവിടെ ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് I is equal to എന്താ പറഞ്ഞിട്ടുള്ളത്? I is equal to ε0 ഇൻറ്റു d/dt ഓഫ് phi എന്നായിരുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ε0 ഇൻറ്റു d/dt ഓഫ് E ഇൻറ്റു എ എന്ന് കിട്ടും. E ഡോട്ട് എ അല്ലേ? ഈസി അല്ലേ? ഇനി എന്തായിരുന്നു എൻ്റെ ഇവിടുത്തെ E? My E is equal to, this is a parallel plate capacitor, so Q divided by A ε0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ this is equal to ε0 into d/dt of Q divided by A ε0 into A cancel ആയി, ε0 cancel ആയി. This is equal to dq divided by dt എന്ന് കിട്ടും. എന്താ dq by divided by dt?
dq divided by dt കറണ്ട് ആണ്, which is equal to I is equal to C into dv divided by dt എന്ന് കിട്ടും അല്ലേ. കാരണം എനിക്ക് വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ തന്നിട്ടുള്ളത്, വോൾട്ടേജ് ഈസ് ചേഞ്ചിങ് അറ്റ് ദ റേറ്റ് 10 to the power 6 എന്നാണ് പറഞ്ഞത്. സോ അതിലേക്ക് ഞാൻ മാറ്റി. സോ ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, I is equal to dv divided by dt. ഇനി എന്താ, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇതിന്റെ കപ്പാസിറ്റൻസ് എന്താ, A into epsilon divided by D. D എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈച്ച് പ്ലേറ്റ് ഓഫ് ദി കപ്പാസിറ്റർ ഈസ്. അപ്പം ഇനി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് മീൻസ് ഇപ്പോൾ ഫൈനലി എനിക്ക് എവിടെ വരെ എത്തിയിട്ടുണ്ട്, I is equal to A epsilon 0 D into dv divided by dt എത്തി. Therefore my D is equal to A into epsilon 0 into dv divided by dt the whole divided by I എന്ന് കിട്ടും, which is equal to A എത്രയാണ്, A എനിക്ക് ഓൾറെഡി അറിയാലോ, ഏരിയ തന്നിട്ടുണ്ടല്ലോ. The plate of the capacitor is 40 centimeter square. So 40 ആണ്. So 40 into 10 to the power minus 4 ഉണ്ടാകും into epsilon 0 വാല്യൂ 8.85 into 10 to the power minus 12 ആണ് into dv by dt ഓൾറെഡി തന്നിട്ടുണ്ട് 10 to the power 6 ആണ് divided by I. കറണ്ട് എത്രയാണ്, കറണ്ട് is equal to 4.425 മൈക്രോ ആംപിയർ ആണ്. this is equal to 4.425 into മൈക്രോ 10 to the power minus 6 എന്നുണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടോ? നൗ ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകാം, ഇവിടെ നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു വാല്യൂ ആണ് നമുക്ക് കാണുന്നത്, കാരണം ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആണ്, എക്സിലേക്കാണ് എത്തേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, ഇതിൽ ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി നിയർലി എനിക്ക് എത്ര കിട്ടും, 2 കിട്ടും. എന്ന് വെച്ചാൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, വിച്ച് മീൻസ് 8 കിട്ടും അല്ലേ. ഇനി ബാക്കി എനിക്ക് എൻ്റെ പവർ മാത്രം നോക്കിയാൽ മതി. 8 into 10 to the power എത്ര വരിക നോക്കാം. ഇവിടെ 10 to the power minus 4 6 ഇത് നോക്കാം. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 10 to the power minus 6 കിട്ടും. ഇത് ക്യാൻസൽ ചെയ്താൽ 10 കിട്ടി, 10 ഒന്നും കൂടെ പോയി കഴിഞ്ഞാൽ -9 കിട്ടി, -9 ഇതും കൂടെ പോയി കഴിഞ്ഞാൽ എത്ര വരും, 10 to the power minus 3 വരും. സോ 8 into 10 to the power minus 3. ക്ലിയർ ആയിട്ടുണ്ടോ? 8 into 10 to the power minus 3 എനിക്ക് യെസ്. സോ ദ x is equal to 8. ക്ലിയർ അല്ലേ? 8 എന്ന് കിട്ടിയല്ലോ, വിച്ച് മീൻസ് 8 millimeter ആണ്. ഇവിടെ 8 into 10 to the power 3 meter എന്നാണ് കൊടുത്തത്, വിച്ച് മീൻസ് ഇവിടെ എനിക്ക് കിട്ടി 8 millimeter ആണ് കിട്ടി. 8 into 10 to the power minus 3, അപ്പോൾ ഇവിടെ 8 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇവിടെ നോക്കുക, ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ഒത്തിരി ഒന്നെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അധികമായിട്ട് ചോദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്തതും ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഗിവൺ ബൈ 15 Newton per coulomb sin omega t minus x by c. Then the energy contained in a cylinder of the volume V is 5.5 into 10 to the power minus 12 joule. Value of the V is, അതായത് വിയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്, വോള്യം ആണ് കാണാനുള്ളത്. അപ്പോൾ എങ്ങനെ കണ്ടെത്തും? ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടോട്ടൽ എനർജി എനിക്കറിയാലോ, ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, എനർജി ഡെൻസിറ്റിയാണ് ചോദിച്ചത്. എനർജി എനിക്ക് ഓൾറെഡി അറിയാം, എന്താ, 1/2 into epsilon 0 E² ആണ്. 1/2 into epsilon 0 E², എനർജി പെർ യൂണിറ്റ് വോള്യം എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ വി എന്നുണ്ടാകും. അപ്പോൾ എനർജി ഡെൻസിറ്റിയാണ് തന്നിട്ടുള്ളത്, അതായത് ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോള്യം. സോ ഇൻറ്റു വി കൂടെ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, എനർജി ഡെൻസിറ്റി കിട്ടും. സോ ഇൻറ്റു വി വിച്ച് ഈസ് ഈക്വൽ ടു 5.5 into 10 to the power minus 12 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചത് എന്താ, വോള്യമാണ് ചോദിച്ചിട്ടുള്ളത്, ബാക്കി എല്ലാ സാധനവും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. റൈറ്റ്, ദിസ് ഈസ് ഈക്വൽ ടു 1/2 into epsilon 0 8.8 into 10 to the power minus 12 എന്ന് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഈ തന്നിട്ടുണ്ട്, E² 100 ആയിരിക്കും, ബാക്കി എൻ്റെ എപ്സിലോൺ 0യുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോ 8.8 into 10 to the power minus 12 ആണ്, ഇൻറ്റു 50² ഇൻറ്റു വി ഈക്വൽ ടു 5.5 into 10 to the power minus 12 അല്ലേടാ. ഇനി എന്താ കാണേണ്ടത്, വി ആണ് കാണേണ്ടത്. സോ 10 to the power minus 12ഉം 10 to the power minus 12ഉം ഞാൻ ക്യാൻസൽ ചെയ്തു. ബാക്കി എനിക്കുണ്ടാകുക വി ഇസ് ഈക്വൽ ടു 5.5 ഇൻറ്റു 2
divided by 50 square എന്ന് വെച്ചാൽ 25 into 10 to the power 2 എന്നുണ്ടാകും, റൈറ്റ്. ഇൻറ്റു 10 to the power 2 ഇൻറ്റു ബാക്കി ആരെയും ഉണ്ടാകുമോ ഇൻറ്റു 8.8 എന്നുണ്ടാകും. ദിസ് വിൽ ബി നിയർലി ഈക്വൽ ടു, ഇത് എത്ര വരിക, ഇവിടെ 5നോട് ക്യാൻസൽ ചെയ്യുക, ബാക്കി ഇവിടെ എന്തുണ്ടാകും, 5നോട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5 ഉണ്ടാകും. 8 into 5 40, 1/4 വരും. 1/4 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി നിയർലി 0.25. So 5.5 into 2, 25 into 10 to the power 2 into 8.8, nearly you will be getting 500 centimeter cube കിട്ടും. So my option is 500. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഈസിയാണ്, കാരണം ഇവിടെ പറഞ്ഞിട്ടുള്ള സംഭവം എന്താ, എനർജി ഡെൻസിറ്റിയുടെ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. എനർജി ഡെൻസിറ്റി എനിക്ക് തന്നിട്ടുണ്ട്, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So the next question, here it is. A plane electromagnetic waves with frequency 30 megahertz travel in a free space. At particular point in space and time, electric field is 6 volt per meter and the magnetic field at this point will be x into 10 to the power minus 8. The value of the x is, again easy ആണ്, കാരണം മാഗ്നറ്റിക് ഫീൽഡ് ആണ് ചോദിച്ചത്. റിലേഷൻ നമുക്കറിയാം, E is equal to B0C. So we have to find magnetic field intensity. B ആണ് കാണേണ്ടത്. E divided by C ആണ്, which is equal to 6 divided by 3 into 10 to the power 8 ആണ്. ഇവിടെ this is equal to 6/3, 2 into 10 to the power minus 8 കിട്ടും. ഇതൊക്കെ ഡയറക്റ്റ് ഈസി ക്വസ്റ്റ്യൻ ആണ്. യുവർ വാല്യൂ വിൽ ബി 2. ഈസി അല്ലേ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഓൾറെഡി നമ്മൾ ചെയ്ത അതേ സംഭവങ്ങളാണ് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇക്വേഷൻ തന്നെ ഇപ്പോൾ പലതവണ വന്നു, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. എനിവേ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Electric field, electromagnetic wave, the electric field vector and the magnetic field vector are given as E is equal to E0 I cap and B is equal to B0 K cap. The direction of the propagation of the electromagnetic wave, നേരത്തെ ഞാൻ പറഞ്ഞു N cap is equal to E cross B ഡയറക്ഷനിലാണ് ഉണ്ടാകുക, റൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയുടെ ഡയറക്ഷൻ ഇവിടെ എന്താണ്, I cap ആണ്. മറ്റേ എൻ്റെ അടുത്ത ബിയുടെ ഡയറക്ഷൻ K cap ആണ്, വിച്ച് മീൻസ് I J K നമ്മൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ I ക്രോസ് J K കിട്ടും, J ക്രോസ് K I കിട്ടും, K ക്രോസ് I എന്ത് കിട്ടും, J കിട്ടും. ഇവിടെ I ക്രോസ് K ആണ്, I ക്രോസ് K അപ്പം എന്തായിരിക്കും, മൈനസ് J ആയിരിക്കും. സോ മൈനസ് J ക്യാപ്പ്, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഈസി അല്ലേ? സോ പ്രൊപ്പഗേഷനും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An electromagnetic wave of frequency 5 gigahertz is traveling in a media whose relative electric permeability and relative magnetic permeability both are 2. Its velocity in the medium is. വെരി ഈസി ആണ്, ബട്ട് ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു വെലോസിറ്റി ഓഫ് ദ മീഡിയ കാണേണ്ടത്, വിച്ച് മീൻസ് 1/√ε into mu, വിച്ച് ഈസ് ഈക്വൽ ടു 1/√. മ്യൂ എന്താണ്, എപ്സിലോൺ എന്താ, റിലേറ്റീവ് പെർമിയേറ്റിവിറ്റിയുടെ ടേമിൽ എപ്സിലോൺ ആർ മ്യൂ 0 ആൻഡ് മ്യൂ ആർ എപ്സിലോൺ 0. ദിസ് ഈസ് ഈക്വൽ ടു 1/√1/√, എപ്സിലോൺ 0 അതേപോലെ തന്നെ 1/√, എപ്സിലോൺ 0 മ്യൂ 0 എന്താ വരിക, 1/√, എപ്സിലോൺ 0 മ്യൂ 0, അത് സി ആണെന്ന് നമുക്കറിയാം. സോ ദിസ് ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇത് എത്ര വരിക, സി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ദിസ് വിൽ ബി ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു മ്യൂ ആർ, അത് ഇത്ര 2 into 2 ആണ്, വിച്ച് മീൻസ് 4 ആണ്. സോ ഇത് എത്ര വരും, ദിസ് വിൽ ബി ഈക്വൽ ടു, എനിക്ക് ഓൾറെഡി എന്തറിയാം, എൻ്റെ സി ഡിവൈഡ് ബൈ √4 ആണ്, വിച്ച് മീൻസ് 3 into 10 to the power 8 ഡിവൈഡ് ബൈ 2 into 2, ദാറ്റ്സ് ഈക്വൽ ടു 2 കിട്ടും. 1.5 into 10 to the power 8 എന്ന് കിട്ടും, ഈക്വൽ ടു 50 into 10 to the power 7. 15 ആണ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ അല്ലേ? അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? സോ നമുക്ക് മൂവ് ചെയ്യാം. ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A plane electromagnetic waves of frequency 15 megahertz travel in the free space along the positive x direction.
at a particular point in space and time E is equal to 6.3 j cap and the corresponding magnetic field B at the point will be. Again the same question ആണ് ചോദിച്ചത്. കാരണം എൻ്റെ E is equal to B0 C ആണ്. ഇതൊക്കെ JEE previous year question ആണ് ട്ടാ. B0 is equal to E divided by C, that's equal to 6.3 divided by 3 into 10 to the power 8 എന്നുണ്ടാകും. ഇതിൽ ക്യാൻസൽ ചെയ്താൽ എത്ര കിട്ടുക? നിയർലി 2 point something. So 2.1 into 10 to the power minus 8. Option B is the correct answer. കാരണം ബാക്കിയുള്ളതൊക്കെ ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഈസി അല്ലേ? 2.1 into 10 to the power minus 8. So the next question, അടുത്ത ചോദ്യം നോക്കാം. If the magnetic field of the plane electromagnetic wave is given by 100 into 10 to the power minus 6 sine 2 pi into 2 into 10 to the power 15t minus x by c, then the maximum electric field associated with this will be. Maximum electric field ആണ് ചോദിച്ചത്. അതേപോലെ നേരത്തെ സെയിം സംഭവം തന്നെ നമുക്കിവിടെ ചെയ്താൽ മതി. സോ B0 എനിക്ക് തന്നിട്ടുണ്ട്. We have to find the maximum electric field. E ആണ് കാണേണ്ടത്. E is equal to B0 into C, which is equal to B0 എത്രയാണ്? B0 is equal to 100 into 10 to the power minus 6 into C എത്ര? 3 into 10 to the power 8, which is equal to, ഇത് എത്ര വരിക? This will be equal to 3 into 10 to the power, ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ minus 4 ഉണ്ടാകും. ബാക്കി അതിൽ പോയി കഴിഞ്ഞാൽ 4 ഉണ്ടാകും. 3 into 10 to the power 4. Option B is the correct answer. ഓക്കെ അല്ലേ? അപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് ആണ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ ഏറ്റവും അവസാനത്തെ പാർട്ടിൽ ഞാൻ പറഞ്ഞത് ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, ചെറിയ ചാപ്റ്ററാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. അതായത് ഇത്ര തന്നെ ഇതിന്ന് ചോദിച്ചിട്ടുള്ളൂ. ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് തന്നെ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ദ ലാസ്റ്റ് പാർട്ട്, അതായത് സ്പെക്ട്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. ദ കറക്റ്റ് മാച്ച് ബിറ്റ്വീൻ ദ എൻറ്റയർ കോളം 1 and 2. ഈസിയാണ്. മൈക്രോവേവ്, ഗാമാറേ, AM വേവ്, പിന്നെ അതേപോലെ തന്നെ എക്സ്റേ, ഇതിൻ്റെ എനർജി അതായത് വേവ് ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതിൻ്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ അതായത് ഏതാണ് ഏറ്റവും കൂടുതൽ എന്നുള്ള രൂപത്തിൽ ഒന്ന് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ ഏതായിരിക്കും ഉണ്ടാകുക? എൻ്റെ ഗാമാ റേസിനായിരിക്കും. എനർജിയാണ് ഞാൻ പറയുന്നത്. സോ ഗാമാറേ, പിന്നെ അടുത്തതായിട്ട് എക്സ്റേ ഉണ്ടാകും, ദെൻ മൈക്രോവേവ് ഉണ്ടാകും, ദെൻ AM വേവ് ഉണ്ടാകും. ഇതാണ് നമ്മുടെ സ്പെക്ട്രത്തിൽ ഓർഡർ. വിച്ച് മീൻസ് ഇത് ഫ്രീക്വൻസി കുറഞ്ഞു വരികയാണ്. ഫ്രീക്വൻസി കുറവാണ് ഇങ്ങോട്ട് വരുമ്പോൾ, വിച്ച് മീൻസ് ഏറ്റവും വേവ് ലെങ്ത് കൂടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വേവ് ലെങ്ത് കൂടുതൽ ആർക്കായിരിക്കും? തന്നിരിക്കുന്നതിൽ AM വേവ്സിനായിരിക്കും. AM റേഡിയോ വേവ്. തന്നിരിക്കുന്നതിൽ ഏറ്റവും വേവ് ലെങ്ത് ഏതാണെന്ന് നോക്കുക, കൂടുതൽ ഇതിനാണ്. വിച്ച് മീൻസ് C ഷുഡ് ബി മാപ്പ് ടു 1. C 1 ആയിട്ട് വരണം. അപ്പോൾ ഒന്നെങ്കിൽ CO DO ആയിരിക്കും. ഇനി D കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. ഏറ്റവും എൻഡിൽ ആരുള്ളത്? ഗാമാറേ ആണുള്ളത്. അപ്പോൾ ഗാമാറേ എങ്ങോട്ട് മാപ്പ് ചെയ്യണം? ഏറ്റവും കുറവ് 10 to the power minus 15. B ഷുഡ് ബി മാപ്പ് ടു 2. അപ്പോൾ ഇതിൽ രണ്ടിലും മാപ്പ് ടു 2 ആണ്. ഇനി അടുത്തത് രണ്ടും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും വരിക? അടുത്തത് രണ്ടും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ B ഷുഡ് ബി മാപ്പ് ടു A. മൈക്രോവേവ് ആണ്. മൈക്രോവേവ് എന്ന് പറയുന്നത് എക്സ്റേ കഴിഞ്ഞിട്ടാണ് വരിക. വിച്ച് മീൻസ് 10 to the power 3 ആണ് വരിക. അപ്പം 10 to the power minus 10 ആണ് വരിക. സോ ഓപ്ഷൻ A ഷുഡ് ബി ഈക്വൽ ടു മൈക്രോവേവ്. മൈക്രോവേവ് 10 to the power ഏറ്റവും ലാസ്റ്റ് വരണം. വിച്ച് മീൻസ് ഓപ്ഷൻ ഏതായിരിക്കും വരിക? എൻ്റെ ആദ്യത്തേത് ഗാമാ റേസ് ആണ്. ദെൻ ഏറ്റവും അവസാനത്തത് AM വേവ്സ് ആണ്. അപ്പോൾ AM വേവ്സിനാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്. അപ്പോൾ CO DO നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൺഫേം ചെയ്യാനായിട്ട് പറ്റും. കാരണം ദിസ് ഈസ് AM വേവ്, സിയിലാണുള്ളത്. C ഷുഡ് ബി മാപ്പ് ഇൻ ടു 100 വിച്ച് മീൻസ് 1 ആണ്. C 1 ആണ്. ദെൻ D ഞാൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റേ ആണ്. എക്സ്റേ എന്ന് പറയുന്നത് രണ്ടാമതായിട്ടാണ് വരേണ്ടത്. രണ്ടാമതായിട്ട് വരുന്ന സമയത്ത് ഏതാണ്? 10 to the power minus 4ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. D is equal to 10 to the power minus 3ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. 10 to the power minus 10ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഓഫ് കോഴ്സ് 10 to the power ഏതാണ് വരേണ്ടത്? minus 10 ആണ് വരേണ്ടത്. വിച്ച് മീൻസ് മൈ ഓപ്ഷൻ D is the correct answer. സോ അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ഇതിൻ്റെ യൂസസിനെ കുറിച്ചാണ്. ഇതൊരു ടേബിള് നമ്മുടെ NCERTയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. അൾട്രാ വയലറ്റ് റേസ്, പിന്നെ അതേപോലെ തന്നെ മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, എക്സ്റേ, ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ക്രിസ്റ്റല്, ഗ്രീൻ ഹൗസ്, പിന്നെ സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? റഡാർ സിസ്റ്റത്തിന് ഏതാണ്? അപ്പം നിങ്ങൾക്ക് അറിയാവുന്നത് നോക്കാം. റഡാറിന് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക?
റഡാറിന് യൂസ് ചെയ്യുന്നത് നമുക്കറിയില്ലേ മൈക്രോവേവ്സ് അല്ലേ. സോ ബി ഷുഡ് ബി മാപ്പ് ടു 4. അപ്പം അങ്ങനെയാണെങ്കിൽ എയോ ഡിയോ കിട്ടണം. ഇനി അൾട്രാവയലറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? സ്റ്റെറിലൈസേഷൻ ദ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്. ദെൻ അടുത്തത് നോക്കുക, ഇൻഫ്രാറെഡ് ആണ്. ഇൻഫ്രാറെഡ് ഏതിനാണ് യൂസ് ചെയ്യുക? ഇൻഫ്രാറെഡ് ഗ്രീൻ ഹൗസ്. സോ വിച്ച് മീൻസ് മൈ സി ഷുഡ് ബി മാപ്പിംഗ് ഇൻ ടു 2. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്താൽ മതി. എക്സ്റേ ക്രിസ്റ്റൽ സ്ട്രക്ചറിന് എക്സ്റേ ഡൈഫ്രാക്ഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ. സോ ഡി ഷുഡ് ബി മാപ്പ് ഇൻ ടു 1. ഓക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ബേസിക്കലി ഇതിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഡി പി പിയിലും ഇതേ സംഭവം റിപ്പീറ്റഡ് ആയിട്ട് കാണാം. ഏകദേശം 50ഓളം ചോദ്യങ്ങൾ ഡി പി പിയിലും ചെയ്തിട്ടുണ്ട്. ഡി പി പി ക്വസ്റ്റ്യൻ്റെ പുറമെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നത്. ഓൾമോസ്റ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. എനിവേ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ജീനിയസ് ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഏറ്റവും അവസാനമായിട്ട് മണിപ്പാലും പിന്നെ അതേപോലെ തന്നെ മറ്റ് എക്സാംസും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. കാരണം എക്സാംസ് ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പറേഷൻസും നിങ്ങൾ അടിപൊളിയാക്കുക. എനിവേ ഓൾ ദ ബെസ്റ്റ്.